പരീക്ഷാക്കാലം കഴിഞ്ഞ് അവധിക്കാലം തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല. ദേവാലയങ്ങളിൽ വിശ്വാസത്തിൻ്റെ വലിയ ഉത്സവങ്ങൾ നടക്കുകയാണ്. അതെ, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും വിശ്വാസ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്കും ഒപ്പം അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്തുന്നതിലും ഈ വിശ്വാസ ഉത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ കളികളും ചിരികളും ദൈവ അനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് മാക് TV ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണ്, വിശ്വാസത്തിൻ്റെ ഉത്സവമാണ് ഇവിടെ നടക്കുക. നമ്മുടെ കുട്ടികളെല്ലാം വളരെ ആക്റ്റീവാണ് ഈ കാര്യങ്ങളിൽ. അവർ അവധിക്കാലമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ട സമയമാണെങ്കിൽ പോലും ഈ 10 ദിവസവും അവർ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുന്നു. മാതാപിതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉത്ഥാനം ഉത്സവമാണ്. അതുതന്നെയാണ് നമ്മൾ വിശ്വാസോത്സവത്തിലൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത നമുക്കറിയാം, നമ്മുടെ സമുദായ ശാക്തീകരണ വർഷവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ വിശ്വാസ ഉത്സവം നമ്മൾ നടത്തുക. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സമുദായത്തിനെക്കുറിച്ചുള്ള അവബോധം കൊടുക്കുവാനും നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാനങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുവാനും അവർക്ക് കൂടുതൽ തന്മയത്വത്തോടെ സമുദായം എന്താണെന്ന് കൂടുതൽ ബോധ്യപ്പെടുത്തുവാനും ഒക്കെ ഈ വർഷത്തെ വിശ്വാസ പരിശീലനം സാധ്യമാകുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ക്ലാസ്സും അനുബന്ധ പരിപാടികളും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്കെല്ലാവർക്കും ഞാൻ എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയാണ്. എല്ലാ വർഷവും നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് വിശ്വാസോത്സവം ആചരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ സിറോ മലബാർ സഭ നമ്മുടെ സമുദായ ശക്തീകരണ വർഷമായിട്ട് ആചരിക്കുന്ന ഒരു വർഷമാണിത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അത് മുഖ്യ വിഷയമാക്കിയാണ് നമ്മൾ ഈ വർഷത്തെ വിശ്വാസോത്സവം കൊണ്ടാടുന്നത്. കുട്ടികൾക്കായിട്ട് ഓരോ പ്രായത്തിനുമുള്ള കുട്ടികൾക്കായിട്ട് വ്യത്യസ്തമായ ക്ലാസ്സുകൾ, എക്സ്പെർട്ടുകൾ അത് ക്ലാസ് എടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ധാനാനുഭവ റാലി അത് സംഘടിപ്പിച്ചു. ഇനി അടുത്ത ദിവസം നമ്മൾ കവല ചുറ്റി ഒരു വലിയ റാലി നമ്മൾ നടത്തുന്നുണ്ട്. അതോടെയാണ് നമ്മുടെ വിശ്വാസോത്സവം സമാപിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതാണ് ഞങ്ങളുടെ ഒരു ബലം എന്ന് പറയുന്നത്. ഈ ഒരു ദേവാലയത്തിലെ വിശ്വാസോത്സവത്തിന് ഇന്ന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉദ്ധാന അനുഭവ യാത്രയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. വളരെ മനോഹരമായി 16 സ്ഥലങ്ങൾ, ഈശോയുടെ കല്ലറ മുതൽ ഈശോ അവസാനം ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് എല്ലാം ഉൾപ്പെടെ 16 സ്ഥലങ്ങളാണ് ഇവിടെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് കുട്ടികൾ വേഷവിധാനങ്ങളിൽ ഈ യാത്ര നടത്തിയത്. ഈ യാത്രയുടെ പിറകിൽ പ്രവർത്തിച്ച സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഷാജി സാറാണ്. സാർ, ഈശോ വിശേഷിസ്തയായിരിക്കട്ടെ. സാർ, എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഐഡിയ വരുന്നത് നമ്മൾ ഈ വർഷമല്ല, കുറച്ച് വർഷം മുമ്പ് സാധാരണ വിശ്വാസോത്സവം നടക്കുന്ന സമയം നമ്മുടെ നോയമ്പിൻ്റെ സമയമാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ഉണ്ടാവുക നമുക്ക് കുരിശിൻ്റെ വഴിയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രാവശ്യം ഈസ്റ്റർ കഴിഞ്ഞിട്ട് വിശ്വാസോത്സവം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അതിൽ നിന്നും ഉണ്ടായതാണ്. നമ്മൾ ചിന്തിച്ചത് കുരിശുമരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്ത്യാനിയുടെ ജീവിതമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സീറോ മലബാർ നസ്രാണിയുടെ ജീവിതം ഉത്ഥാനത്തിൻ്റെ, ഈസ്റ്ററിൻ്റെ ഒരു ജീവിതമാണ്. ഉത്ഥാനത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ. അപ്പം ഞങ്ങൾ ചെയ്തത് ഉത്ഥാനത്തിൽ തുടങ്ങി സഭയിലൂടെ പ്രവർത്തിക്കുന്ന ഈശോമിശിഹായുടെ ആ ഒരു ചരിത്രം ഞങ്ങളൊരു 16 സ്ഥലങ്ങളാക്കി ഞങ്ങൾ ക്രമീകരിച്ചു. അതിൽ ആദ്യത്തെ സ്ഥലം ഉത്ഥാനത്തിൽ തുടങ്ങി. പിന്നീട് മഗ്ദലന മറിയം അവിടെ ചെന്ന് ഈശോ ഉത്ഥിതനായത് തിരിച്ചറിയുന്നു.
അപ്പസ്തോലന്മാർ അവിടെ എത്തുന്നു, പ്രത്യേകിച്ചും പത്രോസും യോഹന്നാനും അവിടെ എത്തുന്നു. അവിടുന്ന് ഈശോ പല സമയങ്ങളിലായിട്ട് ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് ശിഷ്യന്മാർക്ക് ദൗത്യം കൊടുക്കുന്നു, സ്വർഗാരോഹണം നടക്കുന്നു, പന്തക്കുസ്ത അനുഭവം. അവിടുന്ന് സഭയുടെ പ്രവർത്തനം പത്രോസിൻ്റെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാരിലൂടെ പ്രവർത്തിക്കുന്ന ആ സഭയുടെ, അങ്ങനെയാണ് 16-ാമത്തെ സ്ഥലം ശരിക്കും വിശുദ്ധ പത്രോസിൻ്റെ നേതൃത്വത്തിൽ സഭയുടെ ദൗത്യം തുടരുന്നതാണ്. അത് കാലാതീതമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന, യുഗാന്ത്യോന്മുഖമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന. അപ്പം ഞങ്ങൾ ഈ രീതിയിലാണ് ഞങ്ങളത് ക്രമീകരിച്ചത്. ഈ അയർക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ സാറിന് പി ടി ഐയുടെ ഭയങ്കര സഹകരണമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1100 ഇടവക്കാരുണ്ട്. പക്ഷേ പി ടി എക്കാരും 25 എക്സിക്യൂട്ടീവ് അംഗങ്ങളും ബാക്കി ഭാരവാഹികളുണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഞങ്ങളെ നല്ല ഭംഗിയായിട്ട് ഇതുവരെ നടന്നത്. ഏറെ ദിവസവും രാവിലെ വരികയും പിള്ളേർക്ക് സ്നേഹിച്ചും കാര്യങ്ങളെല്ലാം ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് സ്പോൺസർ ചെയ്യുകയാണ് ഞങ്ങൾ കൊടുക്കാൻ. അതിനോടൊപ്പം പി ടി ഐയുടെ നല്ല സഹകരണം, ഇന്നിപ്പം രാവിലെ നിങ്ങൾ കണ്ടു കാണും, നല്ലൊരു സഹകരണമാണ് പി ടി എഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിശ്വാസോത്സവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സൂപ്പർ സീനിയേഴ്സിൻ്റെ ക്ലാസ്സിലാണ്. ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു ശക്തി എന്ന് തന്നെ നമുക്ക് ഇവരെ പറയാം. അപ്പോൾ ഈ വിശ്വാസോത്സവം ഇവർക്ക് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഈ വർഷത്തെ വിശ്വാസോത്സവം? വളരെ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. മുൻ വർഷങ്ങളെക്കാളും നല്ല ഊർജ്ജത്തോടും ആരോഗ്യത്തോടും കൂടി വാശിയോട് തന്നെയാണ് എല്ലാ ഗ്രൂപ്പുകളും തമ്മിലുള്ള മത്സരങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ. നിങ്ങളുടെ ഒരു ക്രിയാത്മകമായ വളർച്ചയ്ക്ക് ഈ ഒരു വിശ്വാസോത്സവമൊക്കെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? കൂടുതൽ ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ടും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഒരുപാട് രീതിയിൽ വിശ്വാസോത്സവം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വിശ്വാസത്തിൽ വളരാനും പള്ളിയോടും സ്കൂളിനോടും ഒക്കെ ചേർന്ന് നിൽക്കാനായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിശ്വാസോത്സവം. എനിക്ക് പേഴ്സണലി നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് വിശ്വാസം, നല്ല വൈബായിട്ട് തന്നെ പോകുന്നു. വിശ്വാസോത്സവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് ഇവരെല്ലാം. അത്രയും വാശിയോടെയാണ് ഈ വിശ്വാസോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മളൊക്കെ കടന്നുപോയ വിശ്വാസോത്സവത്തിൻ്റെ ഓർമ്മകളിലേക്കൊക്കെ ഒന്നുകൂടി പോകാൻ തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസോത്സവം നിങ്ങളുടെയൊക്കെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? ഇപ്പം ഒരു വെക്കേഷൻ സമയമാണ്, വേണമെങ്കിൽ വീട്ടിൽ സുഖമായിട്ടിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നു, കുറേ കഷ്ടപ്പെടുന്നു. എന്ത് തോന്നുന്നു? ഈ വിശ്വാസോത്സവം നിങ്ങളുടെ ജീവിതത്തെ വളർത്തുന്നുണ്ടോ? തീർച്ചയായും വളർത്തുന്നുണ്ട്. കാരണം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ശിശുക്കളും സുവിശേഷം പ്രസംഗിക്കും. മർക്കോസ് 16:15 എന്ന കർത്തൃകൽപ്പന ശിരസ ഏറ്റുവെച്ചിട്ടുണ്ട്. തോമസ് ലീഹ ഭാരതത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ആ വിശ്വാസത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കാൻ സാധിച്ചാൽ അത് തന്നെ എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിശ്വാസോത്സവം ഒരു ആഘോഷം മാത്രമല്ല, അതിനപ്പുറം ഇവരുടെയൊക്കെ വ്യക്തിത്വ വികസനത്തിന് കൂടി സഹായിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടെ ഒരു പേഴ്സണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഈ വിശ്വാസോത്സവം പോലുള്ള വേദികൾ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റീസും അതുപോലെ വ്യക്തിപരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ വിശ്വാസോത്സവം പറ്റും. കാരണം ഇതുപോലെയുള്ള കുറേ റാലികളും പരിപാടികളും അതിലൂടെ കുറേ പേർക്ക് ഇങ്ങനെ അവരുടെ ഈ വ്യക്തിത്വങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും പിന്നെ ഓരോരുത്തരുടെ ഐഡിയാസും എല്ലാം കാരണം അവർക്ക് അവരുടേതായി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ ഒരു വ്യക്തിത്വ വികസനം ഈ വിശ്വാസോത്സവം എന്ന പ്രക്രിയയിലൂടെ എത്രത്തോളം നടത്തപ്പെടുന്നുണ്ട്? ശരിക്കും ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെയധികം കഴിവുള്ള കുട്ടികളാണ്. സാധാരണ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ എണ്ണം കുറവാണ്. പക്ഷേ ഇവർ വളരെ ഉത്സാഹപൂർവ്വം ഇവിടെ എത്തുന്നുണ്ട്. ഇത്രയും കുട്ടികളുള്ള സൺഡേ സ്കൂൾ തന്നെ ഉയർന്ന ക്ലാസ്സുകൾ സൂപ്പർ സീനിയർ വിഭാഗത്തിന് എനിക്ക് തോന്നുന്നത് മറ്റ് ഇടവേളയിൽ തീരെ കുറവാണ്. തന്നെ വളരെ ആക്റ്റീവാണ്. ഞങ്ങൾ 4 ഗ്രൂപ്പാക്കി ഇട്ടിരിക്കുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒന്നിനൊന്ന് മെച്ചമാണ്. ഓരോ ദിവസവും ടോട്ടൽ പോയിൻ്റ് പറയുമ്പോഴും ഒക്കെ വളരെ കുട്ടികൾക്ക് വളരെ ഉത്സാഹമാണ്. അതോ ഈ വിശ്വാസോത്സവം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വിശ്വാസം പ്രഘോഷിക്കുന്നതോടൊപ്പം അത് ഈ കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്. അതോടൊപ്പം വിവിധ ആക്ടിവിറ്റീസ്, ശരിക്കും ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി കഴിവുകൾ, അവരിലുള്ള കഴിവുകളൊക്കെ ഒരുപക്ഷെ സ്കൂളിൽ അവരെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മുടെ ഈ ചെറിയ കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഒരു പ്രസംഗമോ അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവുകൾ, സംഘടനാ നേതൃത്വം, അങ്ങനെ തുടങ്ങിയ എല്ലാ കഴിവുകൾക്കും വികസിപ്പിക്കുന്നതിനുള്ള ആക്ടിവിറ്റീസ് നമ്മളിവിടെ നൽകുന്നുണ്ട്.
അതുകൊണ്ട് അവർ ശരിക്കും അവരുടെ വ്യക്തിത്വ വികസനത്തിന് ഇത് കാരണമാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയർക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തിലെ മിഷലിംഗ് അംഗങ്ങൾ അവരുടെ 50 ദിവസത്തെ നോമ്പ് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. 50 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥനയോടെ 2 കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. ഒന്ന്, ഉദ്ധിതനായ ഈശോയ്ക്ക് വേണ്ടി ഒരു സമ്മാനം. അതെന്താണെന്നുള്ളത് ഇവർ പറയും. അതുപോലെ തന്നെ ഒരു അനാഥാലയത്തിൽ 50ഓളം ചോറും പൊതികൾ ഇവർ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. നമുക്ക് ആദ്യം ഇവരുടെ ആനിമേറ്റർ സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടാം. അമ്മയുടെ പേര്? എൻ്റെ പേര് സിസ്റ്റർ വിനീത. ഞാൻ മിഷലിൻ്റെ ആനിമേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് സനിഷ. ഞാൻ മിഷലിങ്ങിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. എൻ്റെ പേര് ആൻമരിയ. ഞാൻ മിഷലിങ്ങിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് മേഘ. ഞാൻ മിഷലിങ്ങിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് സ്നേഹ. ഞാൻ മിഷലിങ്ങിൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എൻ്റെ പേര് അലക്സാൻസ്. ഞാൻ മിഷലിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് ജോസൻ. ഞാൻ മിഷൻ ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കൂട്ടുകാർ ചേർന്നിട്ടാണ് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ 50 നോയമ്പ് എടുത്ത് നിങ്ങൾ എന്ത് കാര്യമാണ് ഈ ഒരു ദേവാലയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉദ്ധിതനായ ഈശോയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകമായി ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന മിഠായിസ്, അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്ത് നമുക്ക് കഴിക്കാതെ ബാക്കിയുള്ളവർക്ക് നന്മ കഴിക്കാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ ആശ്രയഭവനിൽ 50 പൊതിച്ചോറ് കൊടുത്ത് തണ്ണിമത്തം പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ ഫീസ് കൊടുത്തു. അവിടെ ഞങ്ങൾ പോയി എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്ത് അവിടെ നമ്മൾ മിഠായി ശേഖരിച്ച് വെച്ച മിഠായി എല്ലാം കൊടുത്തു. പിന്നെ നമ്മൾ ഈ ബാക്കി മിച്ചം വന്ന കാശ്, ഞങ്ങൾ എല്ലാവരും മിച്ചം വെച്ചതും ഞങ്ങളുടെ മാതാപിതാക്കൾ മിച്ചം വെച്ച കാശും കൊണ്ട് ഞങ്ങൾ കാപ്പ ഈശോയ്ക്ക് കൊടുത്തു. വളരെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്തത്. അപ്പോൾ ഇവർ ഇത്രത്തോളം നന്മയിൽ വളരാൻ കാരണം ഇവരുടെ ആനിമേറ്റർ സിസ്റ്ററായിട്ടുള്ള സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ കയ്യിലിരിക്കുന്നത് ഇവർ നോമ്പെടുത്ത് ഉപവാസം എടുത്ത് അവർ ശേഖരിച്ച പൈസ കൊണ്ട് വാങ്ങിച്ച മനോഹരമായൊരു കാപ്പയാണ്. ഉദ്ധിതനായ ഈശോയ്ക്ക് അവർ സമ്മാനിച്ച കാപ്പയാണ്. അപ്പോൾ നമുക്ക് സിസ്റ്ററോട് ചോദിക്കാം, സിസ്റ്റർ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും നല്ലൊരു ട്രെയിനിങ്, പിന്നെ ഇങ്ങനൊരു ആശയം, ഇതിൻ്റെ പുറകിലെ കാരണം എന്താണ്? പിള്ളേരെല്ലാം എല്ലാ ശനിയാഴ്ചകളിലും കൂടുകയും മാനുവൽ ബുക്ക് പൂരിപ്പിക്കുകയും അച്ഛൻ അവരെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ ഇവരെ ഗെയിം കളിപ്പിക്കുകയും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും. അങ്ങനെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. ശനിയാഴ്ച പള്ളി വരികയും മിഷൻ ലീഗിൽ വരികയും പിന്നെ അവർ ഓരോ കാര്യങ്ങൾ ഓരോ തിരുനാളിനോടനുബന്ധിച്ച് ഓരോ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു. അങ്ങനെ അച്ഛനാണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ടുവരുന്നതും പിള്ളേരെ കൊണ്ടുവരുന്നത്. ഈ ഒരു ആശയം എങ്ങനെയാണ്? ഈ 2 ആശയത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ പൊതിച്ചോറ് നമ്മുടെ യൂത്തുകാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭവനത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പിള്ളേർ തന്നെ പറയുമായിരുന്നു, നമുക്കിങ്ങനെ മിച്ചം വെക്കുന്ന അവർ കൊടുക്കുന്നുണ്ടല്ലോ, നമുക്ക് ഒരു ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ പറയുമായിരുന്നു. ഞങ്ങൾക്ക് ഡേറ്റ് പോലും കിട്ടാഞ്ഞിട്ട് അങ്ങനെ ഡേറ്റ് സംഘടിപ്പിച്ച് നമ്മൾ പറഞ്ഞ് 30 പൊതിച്ചോറ് മതിയായിരുന്നു. പക്ഷേ പിള്ളേർ ഒരു 50ഓളം പൊതിച്ചോറ് കൊണ്ടുവന്ന് വളരെ സന്തോഷമായിരുന്നു. അവരോട് കൂടെ മിണ്ടുകയും പിള്ളേരൊക്കെ ആദ്യമായിട്ട് കാണുന്ന മാതാപിതാക്കൾ പിള്ളേർ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളാണല്ലോ അവിടെ ഉള്ളത്. അവരെ കാണുമ്പോൾ ഇനി അച്ഛൻ എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങളെ ഈ അവസ്ഥയിൽ കാണാൻ അനുവദിക്കരുത്, നിങ്ങൾ അതുകൊണ്ട് അവരെ സ്നേഹിക്കണം. അതുകൊണ്ട് അവർക്കൊരു മുന്നോട്ടുള്ള ഭാവിയിൽ കൂടുതൽ പ്രചോദനമായി തീരാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് മിഷലിംഗ് അംഗങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ആ ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയത്. അവിടെ ചെന്ന് അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അവരുടെ ഒരു ജീവിതം, അവരോടുള്ള ഒരു സമയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നമുക്ക് നമ്മുടെ പേരൻസിനെ ഒത്തിരിയും കൂടെ സ്നേഹിക്കാനും അവർ മാതാപിതാക്കളെയാണ് കൂടുതലും അവിടെ കണ്ടത്. അപ്പം അച്ഛൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒന്നും മാതാപിതാക്കളെ അവിടെ ഇങ്ങനെ ഒരവസരം അവർക്കുണ്ടായതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ മാതാപിതാക്കളെ ഒന്നും കൂടി ഇത്തിരിയും കൂടി നല്ല രീതിയിൽ സ്നേഹിക്കാനും എല്ലാം ഒരു ഇതായിരുന്നു അവിടെ പോയതോടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഇത്രയും ദിവസം ഉപവാസം എടുത്ത് ഇങ്ങനൊരു നന്മ പ്രവൃത്തി ചെയ്തപ്പോൾ എന്താണ് ഒരു ഫീലിംഗ്? ഇപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഈശോയ്ക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കാൻ പറ്റിയത് സന്തോഷം തോന്നുന്നു.
അതുപോലെ തന്നെ വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം നിങ്ങൾ ചുമ്മാ കിട്ടിയ പൈസയല്ല ഇതിനു വേണ്ടി മാറ്റി വെച്ചത്. 50 ദിവസം പ്രാർത്ഥിച്ച് നോമ്പെടുത്താണ് നിങ്ങൾ ഈ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നിങ്ങൾ മാതൃകയാകുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള മിഷലിംഗ് കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും നമ്മുടെ മിഷലി എന്ന് പറയുന്നത് തന്നെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു സംഘടനയാണ്. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവൃത്തി ഒരു മാതൃകയായി എടുത്തിട്ട് എല്ലാവരും ഇതുപോലെ പുണ്യപ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആവുകയാണ്. നമ്മുടെയൊക്കെ ഉപവാസവും നോമ്പും ഒക്കെ എത്രത്തോളം അർത്ഥവത്താകുന്നു എന്ന് ചിന്തിക്കാൻ വലിയൊരു അവസരം കൂടിയാണ് ഈ ദേവാലയത്തിലെ ഈ മിഷൻ ലിങ്ക് യൂണിറ്റ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇത്രയും വലിയൊരു ഉപവാസ പ്രവൃത്തി ചെയ്ത നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.